ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാലത്തെ പൂരിയും ബാജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് ഇതാ കുക്കറിൽ ഞാനിതാ ബട്ടട്ട, നീരുള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അതും ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഇതാ 2 വിസിലടിച്ചിട്ടാകുമ്പോൾ നല്ല പോലെ വെന്ത് വന്നിന്. ഇത് നല്ല പോലെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ലൂസായിട്ട് തന്നെ എടുത്തതാണ്, ആക്കിയതാണ്. എന്തെങ്കിലും മക്കൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ. ഉണക്ക് കറിയാകുമ്പോൾ ഉച്ചക്കേക്ക് അത് ഉണങ്ങിപ്പോകുന്നില്ല. അപ്പോൾ പസ ഉണ്ടെങ്കിൽ നല്ല പസയോട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ എടുത്തത്. പിന്നെ ഇതാ കാന് ഞാൻ കടുക് വറുത്തിട്ട് ഇടുന്നുണ്ട്. എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്ത്, കടുക് പൊട്ടിയിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നു, പിന്നെ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നു. അതും പൊട്ടി വന്നിട്ടാകുമ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു, പിന്നെ കറിച്ചപ്പില ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ആഡ്സ് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നല്ല പോലെ അത് മൊരിഞ്ഞ് വന്നിന്. അപ്പോൾ ഇത് നമുക്ക് എന്താക്കാം, ഈ ബട്ടട്ട കറിക്ക് ഒഴിച്ച് കൊടുക്കാം, ബാജിക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കാം. ഞാൻ ബാജിയാക്കൽ നല്ല കുറേ ലൂസാക്കാതെ കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണ് ഉണ്ടാക്കൽ. പിന്നെ ഇത് സ്കൂളിലൊക്കെ വേണോ പറഞ്ഞു, മക്കൾ പറഞ്ഞു കുറച്ച് വെള്ളം എടുക്കാൻ തന്നെ ആക്കുമ്പോൾ അറിഞ്ഞു, അങ്ങനെ ആക്കിയതാണ്. ഇതാ പൂരിക്ക് വേണ്ടിയിട്ട് ബോൾസാക്കിയിട്ട് വെച്ചിന്. നമ്മുടെ പൂരി ഇതാ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഒരു ആട്ടാപ്പൊടി മാത്രമായിട്ടാണ് ഞാൻ ഇന്ന് പൂരി ഉണ്ടാക്കിയത്. ആട്ടാപ്പൊടിയും ഉപ്പും വെള്ളവും കൂട്ടിയിട്ട് നല്ല പോലെ കുഴച്ചെടുത്ത് എന്നിട്ട് ചുട്ട പൂരിയാണിത്. അരിപ്പൊടി ഞാനല്ലെങ്കിൽ ഓരോരു ദിവസം ഇങ്ങനെ അരിപ്പൊടിയും പിന്നെ ആട്ടാപ്പൊടിയും പിന്നെ സൂചിപ്പൊടിയെല്ലാം ഇട്ടിട്ട് മിക്സാക്കിയിട്ടും പൂരി ഉണ്ടാക്കലുണ്ട്. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ പൂരിയും ബാജിയൊക്കെ കഴിച്ച് ഇതാ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ കഴുകിയിട്ടെടുക്കുന്നുണ്ട് ഞാൻ.
അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ അടിച്ച് തോർത്തി ഇങ്ങനത്തെ പണിക്കൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ സീറ്റൊക്കെ തോർത്തിയിട്ടുണ്ടായിരുന്നു. സീറ്റ് പിന്നെ അടുപ്പ് ഗ്യാസ് എല്ലാം തോർത്തിയിട്ടായിട്ടാണ് അടിക്കാനും തോർത്താനൊക്കെ പോയത്. പിന്നെ ഞായറാഴ്ച ആകുമ്പോൾ മോളുണ്ടാകുന്നു. പിന്നെ എല്ലാ ദിവസവും സ്കൂളുണ്ട് മോൾക്ക്. സ്കൂളില്ലാത്ത ദിവസം എനിക്കാണ് ഡ്യൂട്ടി അടിക്കൽ തോർത്തലെല്ലാം. അങ്ങനെ തോർത്തിയിട്ടെല്ലാം ആയിട്ട് പിന്നെ അതിൽ ഉച്ചക്കേക്കുള്ള കറിക്ക് വേണ്ടിയിട്ട് വന്ന് അങ്ങനെ ഇതാ പച്ചച്ചക്ക ഉണ്ടായി. അങ്ങനെ ചക്കക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ചക്ക നല്ലപോലെ വൃത്തിയാക്കി വെച്ചിന്. പിന്നെ അതിലേക്ക് ചക്കക്കുരു തോലെടുത്തിട്ട് ഇട്ട് കൊടുത്തിന്. അങ്ങനെ കൈയിട്ട് ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിന്. പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ 2 വിസിലടുപ്പിക്കുന്നുണ്ട്. 2 വിസിലടിച്ചിട്ടാകുമ്പോൾ തന്നെ ചക്ക നല്ല പോലെ വെന്ത് വന്നിന്. നല്ല വടിഞ്ഞിട്ട് വന്നതാ. ഉടക്കുമ്പോൾ തന്നെ പൊടി ആയിട്ടുണ്ട് അത്രയും നല്ല വെന്തിന്. അങ്ങനെ ചക്കതാ നല്ല പോലെ ഒടിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ച് കിട്ടണം. അങ്ങനെ തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മിക്സിൻ്റെ ജാറ് കയറ്റി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായി. ചോറ് വയ്ക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായി. കറി ചക്കക്കറി പൊതുവേ നല്ല പാങ്ങല്ലേ. ചോറൊന്നും വേണ്ട, വെറും ചക്കക്കറി തന്നെ കൂട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റ്. എനിക്കെല്ലാം ചക്കക്കറി വെച്ചാൽ ഭയങ്കര ഇഷ്ടം. ചക്കക്കറി, ചക്കപ്പം, പിന്നെ ചക്ക വേവിച്ചത് ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കും. ഞങ്ങൾക്ക് ചക്കയില്ല, എവിടുന്ന് കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ ഉണ്ടാക്കും. അങ്ങനെ അതിന് കുറച്ച് കലം പോർന്ന് കൊടുക്കാനായിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് പിന്നെ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്ത്. കടുക് പൊട്ടിയിട്ടാകുമ്പോഴേക്ക് കടുക് പൊട്ടി തെറിക്കുമ്പോൾ ഇതൊരു ട്രിക്ക് കണ്ടായിരുന്നു ഞാൻ. ഇങ്ങനെ മൂടി വെച്ചാൽ നമ്മളെ അടുപ്പിൻ്റെ ഭാഗത്തൊന്നും തെറിക്കില്ല. അല്ലെങ്കിൽ ഒന്നാകെ ഇങ്ങനെ എണ്ണയും കടുകും എല്ലാം ഒന്നാകെ പൊട്ടിത്തെറിച്ചിട്ട് വൃത്തികേടാകുന്നില്ലേ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് അങ്ങനെ മൂടി കൊടുത്തെങ്കിൽ തെറിക്കില്ല. പിന്നെ അതിലേക്ക് ഞാൻ കറിച്ചപ്പില ഇട്ട് കൊടുത്ത്. പിന്നെ വെളുത്തുള്ളി ഞാൻ തേങ്ങ അരക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ ഇതാ നമ്മളെ ചക്കക്കറിക്ക് കലം പോർന്ന ചക്കക്കറി റെഡിയായി. പിന്നെ ഇതാ ഞാൻ ചോറ് റൈസ് കുക്കറിനെത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഗ്യാസിൽ. ഇനി അത് തിളക്കുമ്പോൾ നമുക്ക് ചോറ് വാർത്തെങ്കിൽ ചോറുമായി കറിയുമായി. അപ്പോൾ പിന്നെ ചോറ് വയ്ക്കുന്നു. ഞാൻ കുറച്ച് ചോറ് എടുക്കുന്നത്, കുറേ കറി എടുക്കുന്നത്. അങ്ങനെ ചോറെല്ലാം വേവിച്ച് പിന്നെ ബാക്കിയുള്ള പണിക്കൊക്കെ പോയി. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. എല്ലാവരും പരസ്യവും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.